നിങ്ങളുടെ ഐഫോൺ ആരെങ്കിലും മോഷ്ടിച്ചാൽ അവൻ ആദ്യം എന്ത് ചെയ്യും എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ വിചാരിക്കും ആദ്യം അവൻ പാസ്വേഡ് മാറ്റും, അല്ലെങ്കിൽ ഫോൺ ഓഫ് ആക്കും, അതുമല്ലെങ്കിൽ ഫോണിലെ സിം എടുത്ത് കളയും. പക്ഷേ ഇതൊന്നുമല്ല ഒരു മോഷ്ടാവ് ആദ്യം ചെയ്യുന്നത്. സാധാരണയായി നമ്മുടെ ഐഫോൺ മിസ്സാകുമ്പോൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം അത് ട്രാക്ക് ചെയ്ത് കണ്ടെത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മോഷ്ടാവിന്റെ കയ്യിൽ നിങ്ങളുടെ ഫോൺ കിട്ടിയാൽ അവർ ആദ്യം ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ഐഫോൺ ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവർ ചെയ്യുന്നത് ഒരു ചെറിയ കാര്യം മാത്രം. നമ്മുടെ ഫോണിലെ എയർപ്ലെയിൻ മോഡ് ഓൺ ചെയ്ത് വെക്കും. അതോടെ വൈഫൈ കിട്ടില്ല, മൊബൈൽ ഡാറ്റ കിട്ടില്ല, ബ്ലൂടൂത്ത് കിട്ടില്ല. ഫൈൻഡ് മൈ ഐഫോൺ ട്രാക്കിങ്ങും പ്രാക്ടിക്കലി യൂസ്ലെസ് ആയി മാറും. പക്ഷേ ഭൂരിഭാഗം ഐഫോൺ യൂസേഴ്സിനും അറിയാത്ത ഒരു സീക്രട്ട് സെറ്റിംഗ്സ് ഉണ്ട്. ഇത് ഓഫ് ആക്കിയാൽ ഫോൺ ലോക്ക് ആയിരിക്കുമ്പോൾ പോലും ആർക്കും എയർപ്ലെയിൻ മോഡ് ഓൺ ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ വീഡിയോയിൽ ഈ സെറ്റിംഗ്സ് എന്താണെന്നും ഇത് എങ്ങനെ ഇനേബിൾ ചെയ്യാമെന്നും അതിലൂടെ നിങ്ങളുടെ ഐഫോൺ എങ്ങനെ സുരക്ഷിതമാക്കാമെന്നും ഞാൻ വളരെ വിശദമായി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ സിമ്പിളായി നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ബസ്സിലോ മാളിലോ ട്രെയിനിലോ അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഒരു നിമിഷം ശ്രദ്ധ മാറി നിങ്ങളുടെ ഐഫോൺ ആരെങ്കിലും എടുത്തുപോയി എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് മറ്റൊരു ഫോണിൽ നിന്ന് ഫൈൻഡ് മൈ ഐഫോൺ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കും, അല്ലേ? പക്ഷേ മോഷ്ടാവ് അതിനു മുമ്പ് തന്നെ എയർപ്ലെയിൻ മോഡ് ഓൺ ആക്കിയാൽ അപ്പോൾ നിങ്ങളുടെ ഐഫോൺ ഇന്റർനെറ്റിൽ നിന്ന് ഡിസ്കണക്ട് ആവും. ട്രാക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാകും. ഇതാണ് ഇന്നത്തെ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം. കാരണം ഐഫോൺ ലോക്ക് ആയിരിക്കുമ്പോഴും കൺട്രോൾ സെന്റർ ആക്സസ് അവൈലബിൾ ആണെങ്കിൽ ആർക്കും താഴേക്ക് സ്വൈപ്പ് ചെയ്ത് എയർപ്ലെയിൻ മോഡ് ഓൺ ചെയ്യാം. ഫേസ് വേണ്ട, പാസ്കോഡ് വേണ്ട, ഒന്നും വേണ്ട. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്റെ ഐഫോൺ ലോക്ക് ആണ്, ഫേസ് ID യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ സ്ക്രീനിൽ നിന്നും സ്വൈപ്പ് ഡൗൺ ചെയ്താൽ ഇവിടെ കൺട്രോൾ സെന്റർ ഓപ്പൺ ആകുന്നു. ഇപ്പോൾ ഞാൻ ഇതിൽ നിന്ന് എയർപ്ലെയിൻ മോഡ് ഓൺ ചെയ്തു. അതായത് ഫോൺ ലോക്ക് ആയിരുന്നാലും നെറ്റ്വർക്ക് മുഴുവൻ കട്ടായി. ഇതോടെ കോൾസ്, മൊബൈൽ ഡാറ്റ, വൈഫൈ, ട്രാക്കിംഗ് ഒന്നും നടക്കില്ല. ഇതാണ് മോഷ്ടാവ് ആദ്യം ചെയ്യുന്നത്. ഇപ്പോൾ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഫൈൻഡ് മൈ ഓൺ ആണ്, അതുകൊണ്ട് ഞാൻ സേഫ് ആണ്. പക്ഷേ ഫൈൻഡ് മൈ ഓൺ ആയാലും ഫോൺ കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആക്കിയാൽ റിയൽ ടൈം ട്രാക്കിംഗ് ഇമ്പോസിബിൾ ആകാം. എസ്പെഷ്യലി പഴയ ഐഫോൺ മോഡൽ, നെറ്റ്വർക്ക് കവറേജ് ഇല്ലാത്ത സ്ഥലം, ഫോൺ സ്വിച്ച്ഡ് ഓഫ് സിറ്റുവേഷൻ, ഇതൊക്കെ വന്നാൽ ഫോൺ കണ്ടെത്തുന്നത് വളരെ കഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ലോക്ക് സ്ക്രീനിൽ നിന്ന് കൺട്രോൾ സെന്റർ ആക്സസ് റിമൂവ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യമായി നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഫേസ് ID ആൻഡ് പാസ്കോഡ് എന്നുള്ള ഓപ്ഷൻ കാണാം. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ പാസ്കോഡ് എൻ്റർ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് അലോ ആക്സസ് വെൻ ലോക്ക്ഡ് എന്ന സെക്ഷൻ കാണാം. ഇവിടെയാണ് മുഴുവൻ മാജിക് കിടക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഓപ്ഷൻ കൺട്രോൾ സെന്റർ, സിരി, വാലറ്റ്, റീപ്ലേ വിത്ത് മെസ്സേജ്, ഹോം കൺട്രോൾ, ഇവ എല്ലാം ഫോൺ ലോക്ക് ആയിരിക്കുമ്പോഴും ആക്സസിബിൾ ആണ്. പക്ഷേ ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് ഓപ്ഷൻ കൺട്രോൾ സെന്റർ. നിങ്ങൾ ഇത് ഇവിടെ നിന്ന് ഓഫ് ചെയ്തു വെക്കുക. ഇത് ചെയ്താൽ ഇപ്പോൾ ലോക്ക് സ്ക്രീനിൽ നിന്നും ആർക്കും സ്വൈപ്പ് ചെയ്ത് എയർപ്ലെയിൻ മോഡ് ഓൺ ചെയ്യാൻ പറ്റില്ല. ഇവിടെ മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം, സിരി. ഹേ സിരി, ടേൺ ഓൺ എയർപ്ലെയിൻ മോഡ്. അതിനാൽ മാക്സിമം സെക്യൂരിറ്റി വേണമെങ്കിൽ സിരി ആക്സസും ലോക്ക് സ്ക്രീനിൽ നിന്നും ഓഫ് ചെയ്യാം. പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുന്നവർ, പബ്ലിക് പ്ലേസിൽ കൂടുതലായി പോകുന്നവർ, എക്സ്പെൻസീവ് ഐഫോൺ യൂസ് ചെയ്യുന്നവരും ഇത് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ ഞാൻ സെറ്റിംഗ്സ് ഓഫ് ചെയ്ത ശേഷം നോക്കൂ, ഫോൺ ലോക്ക് ആണ്. സ്വൈപ്പ് ഡൗൺ ചെയ്യുന്നു, പക്ഷെ ഒന്നും വരുന്നില്ല. കൺട്രോൾ സെന്റർ ബ്ലോക്ക് ആയി. അതായത് മോഷ്ടാവിന് എയർപ്ലെയിൻ മോഡ് ഓൺ ചെയ്യാൻ പറ്റില്ല, വൈഫൈ ഓഫ് ചെയ്യാൻ പറ്റില്ല, നെറ്റ്വർക്ക് ഡിസ്കണക്ട് ചെയ്യാനും പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫൈൻഡ് മൈ ഐഫോൺ ഉപയോഗിച്ച് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ കൂടുതൽ ചാൻസ് കിട്ടും. സത്യത്തിൽ ഒരു ചെറിയ സെറ്റിംഗ്സ് ഓഫ് ആക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഐഫോൺ വളരെ കൂടുതൽ സെക്യൂർ ആവും. കാരണം മോഷ്ടാക്കൾ ആദ്യം നോക്കുന്നത് നിങ്ങളുടെ ഫോൺ ട്രാക്കിംഗ് ഡിസേബിൾ ചെയ്യാനാണ്. പക്ഷേ നിങ്ങൾ ഈ സെറ്റിംഗ്സ് ചെയ്തു വെച്ചത് കൊണ്ട് തന്നെ അവർക്ക് വളരെ എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഐഫോൺ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം ഭൂരിഭാഗം ആളുകൾക്കും ഈ സെറ്റിംഗ്സ് ഇപ്പോഴും ഓൺ ആയിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത യൂസ്ഫുൾ ടെക് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.